കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം. രാവിലെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയമെടുത്താണ് നമുക്ക് മലം പോകുന്നത്. ഇതൊരു വലിയൊരു ഒരു പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു അസുഖം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. മലബന്ധം വരുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഒരു പനിയായിരുന്നാലും ശരി, അത് വരുവാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ലക്ഷണമാണ് മലബന്ധം എന്ന് പറയുന്നത്. പലർക്കും ഈ മലബന്ധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. രാവിലെ ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അവിടെ ഇരുന്ന ഒരു മലം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് യോഗയിൽ ഒരു ക്രിയയുണ്ട്. മലബന്ധം മാറാൻ വേണ്ടിയിട്ട്, മലബന്ധം വലിയ തോതിൽ മലബന്ധം വരാതിരിക്കാനായിട്ട് ഒരു ക്രിയയുണ്ട്. ഇത് കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ കുറച്ചൊരു അറപ്പ് തോന്നും. പക്ഷേ ഈ ഒരു ക്രിയ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, സ്ഥിരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ നമുക്ക് വരത്തില്ല. ഓക്കെ, ആ ഒരു ക്രിയയുടെ പേരാണ് ചാക്രിക്രിയ. എങ്ങനെ? ചാക്രിക്രിയ, അല്ലെങ്കിൽ ഇതിനെ ഗണേശ ക്രിയ എന്നും പറയും. ഓക്കെ, മറ്റൊന്നുമല്ല, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കഴിവിയതിന് ശേഷം ആ ഒരു ഗുദം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ കഴുകിയതിന് ശേഷം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ശകലം നെയ്യോ എടുത്ത് ആ ഒരു ഭാഗത്തിലേക്ക് നമ്മളുടെ ഇടത് വിരൽ, ചൂണ്ടുവിരലോ ഏതെങ്കിലും ഒരു വിരൽ നന്നായിട്ട് നഖം വെട്ടിയിരിക്കണം, ആ വിരൽ ഈ മലദ്വാരത്തിൻ്റെ അകത്ത് കിടത്തി അവിടെ ക്ലീൻ ചെയ്യുക. ഓക്കെ, ഒരു എണ്ണയോ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അറപ്പ് തോന്നും, ചിലപ്പം കളിയാക്കണമെന്ന് തോന്നും. പക്ഷേ ഇത് കാര്യം നമ്മൾ മലം പോയതിനു ശേഷം നമ്മൾ അതിന്റെ പുറം ഭാഗം മാത്രമേ കഴുകുന്നുള്ളൂ. അകത്തെന്തിരിക്കുന്നു, അകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ ഒരുപാട് ബാക്ടീരിയാസും അതേപോലെ വന്ന് അടിയുന്നുണ്ട്. അത് കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. അപ്പം ആ ഒരു ഭാഗത്തിനെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അതിനുള്ളൊരു വഴിയാണ് ഈ ഒരു ചാക്രിക്രിയ അല്ലെങ്കിൽ ഗണേശ ക്രിയ എന്ന് പറയുന്നത്. ഒരു മടിയും കൂടാതെ സ്ഥിരവും ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മലബന്ധം എന്ന് പറയുന്ന സംഭവം വരത്തില്ല. മലബന്ധം വരാതിരുന്ന മറ്റ് രീതിയിലെ അസുഖങ്ങളും വരാൻ ചാൻസ് കുറവാണ്. ഒരു 80-85% ചാൻസ് വളരെ കുറവാണ്. മറ്റ് രീതിയിലെ അസുഖങ്ങൾ ഒരു പനി പോലും വരാനായിട്ട് കുറവാണ്. നമ്മൾ ഈ ഒരു ചാക്രിക്രിയ, നമ്മൾ ആ ഒരു ശൗചം പോലുള്ള പരിപാടിയാണ് നമ്മൾ ആ ചാക്രിക്രിയ എന്ന് പറയുന്നത്. ഈ ചാക്രിക്രിയ എല്ലാവരും ചെയ്യുക. ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്. ദയവേത് നിങ്ങൾ കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇത് കേൾക്കുമ്പം അത് ഒരു അറപ്പും, ദൈവം വന്നിട്ട് എന്ത് പറയുന്നു, പൊട്ടത്തരം എന്തൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ മണ്ടത്തരം എന്തോ പറയുകയാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ദിനചര്യകളിലുള്ള ഒരു സംഭവമാണ്. നമുക്കതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഒന്നും വലിയൊരു അറപ്പ് വേണ്ട. ഇതെല്ലാവരും രാവിലെ കാലങ്ങളിലും അല്ലെങ്കിൽ നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും നമ്മളുടെ മനുഷ്യനുണ്ടാവുന്ന ചില കാര്യങ്ങളാണ്, ഇതൊക്കെ ആവശ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്യാനായിട്ട് യാതൊരു മടിയോ ആർപ്പോ ഒന്നും കാണിക്കില്ല. സാധാരണ ഒരു ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണ്. നമ്മളുടെ പൃഷ്ഠഭാഗം മലം പോയതിനു ശേഷം, ടോയ്ലറ്റിൽ പോയതിനു ശേഷം അല്ലെങ്കിൽ മൂത്രം പോയതിനു ശേഷം നമ്മളുടെ ലിംഗം കഴുകുകയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഭാഗം കഴുകുന്നതിന് പോലെ തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണിത്. ഓക്കെ, അപ്പം ഈ ഒരു ശൗച പ്രവൃത്തി ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കി അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. നമസ്കാരം.